അപ്പോൾ അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് സാക്കറൺ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ വേറൊരു പേര് വിളിക്കലുണ്ട്, സാക്കറൈഡ്സ് എന്നുള്ള പേര് വിളിക്കലുണ്ട്. അപ്പോൾ ഈ സാക്കറൈഡ്സ് അല്ലെങ്കിൽ സാക്കറോൺ എന്നുള്ള ഈ വാക്കിൻ്റെ അർത്ഥം സ്വീറ്റ് എന്നാണ്. അപ്പോൾ പൊതുവെ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ സ്വീറ്റ് ടേസ്റ്റിലുള്ളതായതുകൊണ്ട് ഇതിനെ സാക്കറൈഡ്സ് എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ബേസ്ഡ് ഓൺ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ എൻ പ്രോഡക്റ്റ് ഫോം ചെയ്യണത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെയാണ് മോണോസാക്കറൈഡ്സ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഒലിഗോസാക്കറൈഡ്, മൂന്നാമത്തെ പോളിസാക്കറൈഡ്. അപ്പോൾ മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതിനെ ഫെർദറായിട്ട് ഹൈഡ്രോളിസിസ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അത് സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണതാണ്. സിംപ്ലർ യൂണിറ്റ്സ് ഓഫ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് മോണോസാക്കറൈഡ്സ്. ആ സിംപ്ലർ യൂണിറ്റിൽ അല്ലെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള യൂണിറ്റിൽ 6 കാർബൺ ആറ്റംസ് വരെ ഉണ്ടാകാം. അപ്പോൾ 6 കാർബൺ ആറ്റംസ് വരെയുള്ള വീണ്ടും നമുക്ക് ഹൈഡ്രോളിസിസ് നടത്താൻ പറ്റാത്ത സാക്കറൈഡ്സിനെയാണ് നമ്മൾ മോണോസാക്കറൈഡ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ വീണ്ടും ഹൈഡ്രോളിസിസ് നടത്താൻ പറ്റാത്ത സാക്കറൈഡ്സ് കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ മോണോസാക്കറൈഡ്സ് എന്ന് പറയുക. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ മോണോസാക്കറൈഡ്സിന് എക്സാമ്പിളാണ്. ഇതുപോലെ 20 മോണോസാക്കറൈഡ്സ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. 20 മോണോസാക്കറൈഡ്സ് ഉണ്ട്. ആ 20 മോണോസാക്കറൈഡിനെയും വീണ്ടും ഫെർദർ ആയിട്ട് നമുക്ക് ഹൈഡ്രോളിസിസ് നടത്താൻ പറ്റില്ല. ഇനി ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ 2 മുതൽ 10 സിംപ്ലർ യൂണിറ്റ് വരെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ എൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുമെങ്കിൽ അങ്ങനത്തെ സാക്കറൈഡ്സിനെയാണ് നമ്മൾ ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയുക. അതായത് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ 2 മുതൽ 10 മോണോസാക്കറൈഡ് യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാക്കറൈഡ്സിനെയാണ്, കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയുക. ഹൈഡ്രോളിസിസ് നടന്നിട്ട് 2 മോണോസാക്കറൈഡ് യൂണിറ്റ് ആണ് തരണയെങ്കിൽ അതിനെ ഡൈസാക്കറൈഡ് എന്ന് പറയും. ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ 3 മോണോസാക്കറൈഡ് യൂണിറ്റ് ആണ് തരുന്നതെങ്കിൽ അതിനെ ട്രൈസാക്കറൈഡ് എന്ന് പറയും. അതുപോലെ തന്നെ ടെട്രാസാക്കറൈഡ്. അങ്ങനെ നമുക്ക് എത്ര മോണോസാക്കറൈഡ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഡൈസാക്കറൈഡ്, ട്രൈസാക്കറൈഡ്, ടെട്രാസാക്കറൈഡ് എന്നിങ്ങനെ നമുക്ക് വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഈ ഡൈസാക്കറൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സൂക്രോസ് വീണ്ടും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും അതുപോലെ തന്നെ ഒരു ഫ്രക്ടോസ് മോളിക്യൂളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മാൾട്ടോസ് അടുത്ത ഒരു ഡൈസാക്കറൈഡിന് എക്സാമ്പിളാണ്. ഈ മാൾട്ടോസ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ 2 ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് എന്ത്? മോണോസാക്കറൈഡിനെ തന്നെ ലാർജ് നമ്പർ ഓഫ് 10ലധികം. അപ്പോൾ ഈ ഒലിഗോസാക്കറൈഡ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ 2 മുതൽ 10 മോണോസാക്കറൈഡ് യൂണിറ്റ് വരെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണതാണ്. ഇനി 10ലധികം മോണോസാക്കറൈഡ് യൂണിറ്റുകൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ അത്തരം സാക്കറൈഡ്സിനെ, കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ പോളിസാക്കറൈഡ്സ് എന്ന് പറയും. അപ്പോൾ നമ്മളറിയാം ഈ പോളി എന്നുള്ള വേർഡ്, പോളിമേഴ്സ് എന്നുള്ളതിലും നമ്മൾ പോളി, അതായത് കുറേ ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് കാണിക്കുന്നത് തന്നെയാണ് നമ്മൾ പോളി എന്നുള്ള ആ ഒരു പ്രിഫിക്സ് ചേർക്കുക. അപ്പോൾ ഈ പോളിസാക്കറൈഡ്സ് പോളിമേഴ്സ് ആണ്. കുറേ മോണോമർ ഇതേപോലെയുള്ള മോണോസാക്കറൈഡ് യൂണിറ്റുകളുടെ ഒരു പോളിമറാണ് പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ പോളിസാക്കറൈഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ്, എത്ര മോണോസാക്കറൈഡ് യൂണിറ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യണേ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നോക്കണം. നമ്മൾ പറഞ്ഞു ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള വേർഡ് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് സാക്കറോൺ എന്നുള്ള വേർഡിൽ നിന്നാണ്, ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഈ സാക്കറോൺ എന്നുള്ള ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം സ്വീറ്റ് എന്നാണ്. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്വീറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ഷുഗേഴ്സ് എന്നും സ്വീറ്റ് അല്ലാത്ത കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ നോൺ ഷുഗേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഷുഗേഴ്സ് ആൻഡ് നോൺ ഷുഗേഴ്സ്. നമ്മൾ പറഞ്ഞു
കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സാക്കറൈഡ്സ് എന്ന്. ഈ സാക്കറൈഡ് എന്ന പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത് സാക്കറോൺ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് സ്വീറ്റ് ആണ്. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ സ്വീറ്റ് ടേസ്റ്റിലുള്ളതായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി സ്വീറ്റ് ടേസ്റ്റിൽ മാത്രമുള്ളതല്ല, സ്വീറ്റ് അല്ലാത്ത കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. അതായത് അതിൻ്റെ ബേസിക് യൂണിറ്റ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉള്ള ബേസിക് യൂണിറ്റ്, അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആയിട്ടുള്ള പോളിഹൈഡ്രോക്സി കീറ്റോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട് വിച്ച് ആർ നോട്ട് സ്വീറ്റ് ഇൻ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ സ്വീറ്റ് അല്ലാത്ത കാർബോഹൈഡ്രേറ്റ്സിനെ നോൺ സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വീറ്റ്നെസ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഷുഗേഴ്സ് എന്നും നോൺ ഷുഗേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തു. ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഷുഗറിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് സൂക്രോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മധുരം വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഷുഗർ. ആ ഷുഗറിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് സൂക്രോസ്. ഇനി അതല്ല, പാലിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്, പാലിൻ്റെ മധുരത്തിന് കാരണമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോൺ സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഷുഗേഴ്സിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ. സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ നോൺ ഷുഗേഴ്സ് ആണ്. ഇനി ഈ ഷുഗേഴ്സിനെ തന്നെ നമുക്കതിൻ്റെ റെഡ്യൂസിങ് ആക്ഷനെ ബേസ് ചെയ്തിട്ട് റെഡ്യൂസിങ് ഷുഗർ എന്നും നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെഡ്യൂസിങ് ആണോ നോൺ റെഡ്യൂസിങ് ആണോ എന്ന് നോക്കുക? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ലബോറട്ടറിയിലുള്ള 2 റിയേജൻസ് ആണ് ടൊളൻസ് റിയേജൻറ്റും അതുപോലെ തന്നെ ഫെലിംഗ് സൊല്യൂഷനും. ഈ ടൊളൻസ് റിയേജൻറ്റിനെയും ഫെലിംഗ് സൊല്യൂഷനെയും റെഡ്യൂസ് ചെയ്യിക്കാൻ കഴിവുള്ള ആൽഡിഹൈഡിക് അല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയും. എന്നാൽ ചില കേസിൽ ഈ കാർബോഹൈഡ്രേറ്റിലുള്ള ആൽഡിഹൈഡിക് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പുകൾ ഫ്രീ ആവില്ല. ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡിക് അല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ ടൊളൻസ് റിയേജൻറ്റിനെയും ഫെലിംഗ് സൊല്യൂഷനെയൊക്കെ റെഡ്യൂസ് ചെയ്യിക്കാൻ കഴിവുള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്രീ അല്ലാത്ത ആൽഡിഹൈഡിക് കീറ്റോണിക് ഗ്രൂപ്പ് ഫ്രീ അല്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ എന്തില്ല, ഈ ടൊളൻസ് റിയേജൻറ്റിനെയോ ഫില്ലിംഗ് സൊല്യൂഷനെയോ ഒന്നും റെഡ്യൂസ് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നാണ് പറയുക. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ആണ്. അപ്പോൾ ഈ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ആണെങ്കിലും കീറ്റോണിക് ഗ്രൂപ്പ് ആണെങ്കിലും ടൊളൻസ് റിയേജൻറ്റിനെയും ഫില്ലിംഗ് സൊല്യൂഷനെയും ഒക്കെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ അങ്ങനെ ടൊളൻസ് റിയേജൻറ്റിനെയും ഫില്ലിംഗ് സൊല്യൂഷനെയും റെഡ്യൂസ് ചെയ്യിക്കാൻ കഴിവുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയും. എന്നാൽ ചില കേസിൽ ഈ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പ് ഫ്രീ ആയിട്ടാവില്ല എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ കേസിൽ ടൊളൻസ് റിയേജൻറ്റിനെയും ഫില്ലിംഗ് സൊല്യൂഷനെയും ഒന്നും റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയും. റെഡ്യൂസിങ് ഷുഗേഴ്സിന് എക്സാമ്പിളാണ് എല്ലാ മോണോസാക്കറൈഡ്സും. ഓൾ മോണോസാക്കറൈഡ്സ് ആർ എക്സാമ്പിൾസ് ഫോർ റെഡ്യൂസിങ് ഷുഗർ. നോൺ റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ നോൺ റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിളാണ്.